നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8. അങ്ങനെ ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടം മാത്രമല്ല, ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഡിഫെൻഡ് ചെയ്യുവാനുമായി എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. നിഫ്റ്റിയിലൊക്കെ ഏകദേശം 280 പോയിന്റുകളുടെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ലഭ്യമായതും. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ 23,100 എന്ന ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും പിന്നീട് ഗ്രാജുവലി നേരിയ റിക്കവറി നടത്തുവാനുമായി. എങ്കിലും 23,267 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിട്ടു. പിന്നീട് 3 മണി വരെ 23,100 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിലും 3 മണിക്ക് ശേഷം വീണ്ടും മാർക്കറ്റ് ദുർബലപ്പെടുക തന്നെ ചെയ്തു. എങ്കിലും 243 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 23,123 എന്ന ലെവലിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ നിഫ്റ്റിക്ക് സാധിച്ചപ്പോൾ സെൻസെക്സിന് 719 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 432 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 579 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,411 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വിപ്രോ, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, ഇറ്റേണൽ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറിയപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ്, ടെക് മഹീന്ദ്ര, നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50-ല് ഗ്രീൻ ആയിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ അടുത്ത കാലത്തെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവ് സിംഗിൾ ഡേയില് US ഡോളറിനെതിരെ നടത്തുവാൻ സാധിച്ചെങ്കിൽ ഇന്ന് നേരെ വിപരീതമായിട്ട് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 77 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.71 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തത്. ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെക്കാളും വളരെ മോശം പ്രകടനമാണ് ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും കാണുവാനായിട്ട് സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിന് 1.4%, നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 2% ഇടിവ് നേരിട്ടു. മാത്രമല്ല നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിലും ഇന്ന് 2% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇതിനു പുറമെ നിഫ്റ്റി IT-യിൽ ഇന്ന് 1.25% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. തൽഫലമായി തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായ നഷ്ടത്തെ തുടർന്ന് നിഫ്റ്റി IT-യിൽ 8% ഇടിവാണ് നേരിടേണ്ടതായിട്ടും വരികയും ചെയ്തത്. റോയിട്ടേഴ്സ് നടത്തിയ പൂളില് മെയ് മാസത്തെ ഫുഡിന്റെയും ഫ്യൂവലിന്റെയും വിലയിൽ ഉണ്ടായ വർധനവിനെ തുടർന്ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4% മുകളിലേക്ക് പോകാമെന്നുള്ള വിലയിരുത്തലാണ് വരുന്നതും. ഇതുവരെ 15 മാസം തുടർച്ചയായിട്ട് RBIയുടെ ടാർഗറ്റ് ലെവലായിരുന്ന 4% താഴെയായിട്ടായിരുന്നു ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ തുടർന്നു പോന്നിരുന്നതും. ഇന്ത്യൻ മാർക്കറ്റിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസില് തുടർച്ചയായി ഇന്ന് 9ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇടിവ് തുടരുക തന്നെയാണ് ചെയ്തത്. ഇന്നും സ്റ്റോക്കിന് 2%-ലേറെ നഷ്ടം നേരിടേണ്ടി വന്നു. മാത്രമല്ല സ്റ്റോക്ക് ഇന്ന് അതിന്റെ 52 വീക്ക് ലോ ടച്ച് ചെയ്യുകയും ചെയ്തു. 9 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ ഇടിവ് മൂലം സ്റ്റോക്കിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റലാണ് വൈപ്പ് ഔട്ടായി പോവുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള മെയ് മാസത്തെ ഓട്ടോ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. ഇയർ ഓൺ ഇയർ ബേസിസിൽ 9.5% വർധനവാണ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എസ്പെഷ്യലി പാസഞ്ചർ വെഹിക്കിൾസിന്റെയും ട്രാക്ടേഴ്സിന്റെയും സെയിലാണ് ഓട്ടോ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയിൽ ഏറ്റവും ഉയർന്ന കോൺട്രിബ്യൂഷൻ നടത്തുകയും ചെയ്തത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 2.25% ഉയർച്ചയായിരുന്നു രാവിലെ രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ പിന്നീട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ നിലവിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില 3.5% മുകളിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില 4.5%-ത്തേക്കും ഉയർച്ചയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $3.41 ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $96.50 ക്രൂഡ് ഓയിലിന്റെ വിലയിൽ $3.76 ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $94.30 എത്തിച്ചേർന്നു. ഇതിനു പുറമെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പല മാധ്യമങ്ങൾ വഴി ലൈവായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കെൻഡിൽ ഹോർമൂസ് കടലിടുക്കിൽ നടത്തിയ ആക്രമണവും പ്രത്യാക്രമണവും കൂടാതെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള
ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വീണ്ടും ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് ശക്തമായ തോതിൽ ചൂടുപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഗ്ലോബൽ മാർക്കറ്റിനെ കൂൾ ഡൗൺ ചെയ്യാൻ പല സ്റ്റേറ്റ്മെന്റുകൾ വന്നെങ്കിൽ കൂടിയിട്ടും അതിനൊന്നും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ പിടിച്ച തീയിനെ ശമിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്തില്ല. എസ്പെഷ്യലി ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ ഇറാനും യുഎസും തമ്മിൽ സീസ് ഫയർ വന്നതിന് ശേഷം കൃത്യം 2 മാസങ്ങൾക്ക് ശേഷം വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് 100 ദിവസം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണങ്ങൾ വീണ്ടും സജീവമായത് ലോകത്താകമാനം ആശങ്കകൾ വർദ്ധിപ്പിക്കുവാനും ഇടയാക്കി. ഇതിന്റെ പ്രതിഫലനമായിട്ട് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ശക്തമായ വീക്ക്നെസ് തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ വീക്ക്നെസ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 1% നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ജപ്പാൻ മാർക്കറ്റിന് 4.5%, തായ്വാൻ മാർക്കറ്റിന് 3.25%, കൊറിയൻ മാർക്കറ്റിന് 9% തായ്ലൻഡ് മാർക്കറ്റ് 4.25% നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 2% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സില് ഇന്ന് സിംഗിൾ ഡേയിൽ ആദ്യ സെഷനിൽ 15% ഉയർച്ച ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്ന് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് കൂൾ ഓഫ് ആകാൻ സാധിച്ചെങ്കിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷന്റെ ഭൂരിഭാഗം സമയത്തും 8% ഉയർന്ന നിലയിലായിട്ട് ഇന്ത്യ വിക്സ് നിലകൊണ്ടതും മാത്രമല്ല ക്ലോസിംഗ് ബേസിസിലും 7.79% ഉയർച്ചയോടുകൂടി 17.02 എന്ന ഉയർന്ന നിലയിലേക്കായിട്ട് ഇന്ത്യ വിക്സ് എത്തിച്ചേർന്നതും. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് US ഡോളറിനെതിരെ ശക്തമായ ഇടിവ് മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ നേരിടേണ്ടി വന്നതും. RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് പുതിയ പോളിസികൾ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും വെള്ളിയാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 8,776.25 കോടി രൂപയ്ക്ക് സെല്ലിംഗ് വർദ്ധിപ്പിച്ചുകൊണ്ട് ശക്തമാക്കിയതും ഇന്നും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച യുഎസിൽ നിന്ന് വന്ന ബെറ്റർ ആയിട്ടുള്ള ജോബ് ഡാറ്റയെ തുടർന്ന് ഈ വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ, അതായത് ജൂൺ 16-17 തീയതികളിൽ നടക്കാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾക്കുള്ള ചാൻസ് വർദ്ധിച്ചതും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായ പ്രഷർ നൽകുകയും ചെയ്തു. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ആകെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഈ വരുന്ന 10-ാം തീയതി യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന CPI ഡാറ്റയുടെ റിസൾട്ട്. ഈ ഡാറ്റയും ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതും. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായതും കൂടാതെ യുഎസിന്റെ ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുമോ എന്നുള്ള ആശങ്കകൾ US മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിച്ചതുമാണ് പ്രധാനമായും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റുകളെയും ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുൻപ് പറഞ്ഞുകൊണ്ട് വീണ്ടും എടുത്തു പറയുന്നില്ല. ഗോൾഡിന്റെ വിലയിൽ 3/4% ഇടിവാണ് അനുഭവപ്പെടുന്നത്, അഥവാ 37.83 $. സ്വർണത്തിന്റെ വില $4,293.17 per ഔൺസ് എന്ന നിലയിലേക്ക് ഈ അടുത്ത കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി പോർട്സ് ഇന്ത്യയിലേക്കുള്ള അർജന്റീനയുടെ ആദ്യ LPG കയറ്റുമതിക്കായി 666 കോടി രൂപയുടെ 10 വർഷത്തെ സമുദ്ര സേവന കരാർ കമ്പനിക്ക് ലഭിച്ചു. ലെൻസ്കാർട്ട് ബ്ലോക്ക് ഡീൽ വഴി 96 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക് JP മോർഗൻ സ്റ്റോക്കിൽ നിന്നും വിറ്റിറങ്ങി. വിയാഷ് സയന്റിഫിക് ഇറ്റലിയിലെ സഹജീവ മൃഗവിപണിയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനായിട്ട് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ അയർലൻഡിലെ അലിവീറ ആനിമൽ ഹെൽത്ത് ലിമിറ്റഡ്, മിലാനിലെ ബയോ ഫോർ ലൈഫ് ഇറ്റാലിയ SRLന്റെ 100% വരുന്ന ഓഹരികൾ 16.975 മില്യൺ യൂറോയ്ക്ക് ഏറ്റെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. TCS കാനഡ ലൈഫുമായി മൾട്ടി മില്യൺ യൂറോയുടെ ട്രാൻസ്ഫോർമേഷൻ കരാർ കമ്പനി ഒപ്പുവെച്ചു. STC ലിമിറ്റഡ് ശ്രീ രാഘവേന്ദ്ര സിംഗിനെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് നിയമിച്ചു. മെഡിക്യാപ്സ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ശ്രീ ഹേമന്ത് സേതരി രാജി സമർപ്പിച്ചു. ക്യാൻഫിൻ ഹോംസ് കടപ്പത്രങ്ങൾ വഴി 5000 കോടി രൂപയുടെ ധനസമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഹരിയാനയിൽ നിന്ന് 82.04 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.